ഇപ്പം നിൽക്കുന്നത് തെന്മല ഇടിമുഴങ്ങാൻ പാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വേണം ആദ്യം വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ വന്ന് നമ്മളെ പേരും അഡ്രസ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡ് നമ്പർ എല്ലാം ഇവിടെ കൊടുക്കണം. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ ഇവർ നമ്മളെ ബോട്ട് ജെട്ടിയിൽ കൊണ്ടുപോകും. അവിടുന്ന് ബോട്ടിലാണ് നമ്മൾ താമസ സ്ഥലത്തേക്ക് പോകുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. ഒരു പുതിയ സ്ഥലമല്ലേ. നമസ്കാരം, ഞാൻ ശൈലേഷ്. ട്രാവലിംഗ് ബാൻഡറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ഇത് തെന്മലയ്ക്കടുത്താണ്. ഇവിടെ നിന്നും ഇടിമുഴങ്ങാൻ പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാനിന്ന് താമസിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യാത്ര ബോട്ടിലാണ്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ബോട്ടിൽ. ഈ ബോട്ടിൽ പോകുമ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കാറ്റാണ്. അപ്പോൾ ഭയങ്കരമായ വേവ്സ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തൊക്കെ വെള്ളം അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് വേണം നമുക്ക് ഈ യാത്ര പോകാൻ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. കേരള ഫോറസ്റ്റിൻ്റെ കീഴിലാണ് ഈ താമസ സൗകര്യം ഇടിമുഴങ്ങാൻ പാറ എന്നുള്ള സ്ഥലം. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അവിടുത്തെ വിശേഷങ്ങൾ കാണുന്നത്. പോകുമ്പോഴുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ. തൊള്ളയൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഈ സുഖം കിട്ടത്തില്ല. ആ ലെവലാണോ സംഭവം? വേറെ ലെവലാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഡ്രൈവർ ചേട്ടാ പറയുന്നത് ഈ ചെറിയ കളിയൊക്കെ അങ്ങ് മാറും അങ്ങോട്ട് പോകുമ്പോൾ പോകേതാണ്. ഇന്നലെ മൊത്തം നല്ല ആന ഉണ്ടായിരുന്നത് കേട്ടോ. മിക്കവാറും നമ്മൾ പോണ സമയത്തൊന്നും കാണാൻ വഴിയില്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഈ തേക്കടിയൊക്കെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ സ്പീഡ് ബോട്ടാണെന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ് വേറെയാണ്. അടിപൊളി. ഇവിടെ ധാരാളം കൊടയൊക്കെ തൂത്തിരിക്കുകയാണ് കേട്ടോ. അതായത് വെള്ളം ഒട്ടും തെറിക്കരുതെന്നുള്ള അവിടെ പോകുമ്പോൾ ഞാൻ തൊട്ടിയിലെങ്കിലും ഒരു നമ്മൾ താമസിക്കുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞു. ഇന്ന് വേറെ ഗസ്റ്റുകളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കൂടെ 2-3 പേര് ഫോറസ്റ്റിൻ്റെ ആൾക്കാരുമുണ്ട്. ഇതാണ് നമ്മുടെ താമസ സ്ഥലം. അപ്പോൾ ഇതാണ് ഇടിമുഴങ്ങാൻ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന ഒരു ഷെൽട്ടർ. ഫോറസ്റ്റിൻ്റെയാണ്, കേരള ഫോറസ്റ്റിൻ്റെയാണ്. അതിൻ്റെ ഒരു വ്യൂ ഇതാണ്. ഫുൾ ട്രെഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് ചുറ്റാകെ. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടോ, അതായത് വന്യമൃഗങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇലക്ട്രിക് ഫെൻസിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സോളാർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വൈദ്യുതി വന്നിട്ടില്ല. അത്രയും ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് വൈദ്യുതി ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ സോളാർ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതിയൊക്കെ കിട്ടുന്നുണ്ട്.
ഇതാണ് അകത്തോട്ട് പോകുന്ന ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒരു 2 ബെഡ്റൂമും ഒരു കിച്ചൺ, പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് കേരള ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ പറ്റിയ റൂമും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ബ്രിഡ്ജ്. ഇങ്ങനെ കയറി പോകുന്നു. ഇതാണ് നമ്മളുടെ താമസം സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് വന്ന് ഞങ്ങൾ കുളിക്കാൻ നോക്കുന്നത് കേട്ടോ. ചെറിയ അരുവി, പക്ഷേ മഴ സമയത്ത് നല്ല വെള്ളമാണ് ഇവിടെ എന്ന് പറയുന്നു. ഇപ്പോഴും വളരെ കുറച്ചേ ഉള്ളൂ വെള്ളം, പക്ഷെ കുളിക്കാം. അപ്പോഴൊന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ, അപ്പം നല്ലൊരു കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നല്ല തണുത്ത വെള്ളമായിരുന്നു, നല്ല തെളിനീർ ആയിരുന്നു. കാട്ടിൽ കൂടെ വരുന്ന ഒരു വെള്ളമല്ലേ ഒരുക്കിയിട്ടുണ്ട്. ചുറ്റാകെ പഞ്ചടിപ്പിട്ടുണ്ട് ഇവിടെ എല്ലാം. അപ്പം ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് പിന്നെ ഉണ്ടാക്കിയത്. കാരണം വേറെ റൂട്ടൊന്നുമില്ല, നടന്നു വരാം കാട്ടിനകത്തൂടെ. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ബോട്ടിലാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ആവശ്യം ഇവിടെ ശരിക്കും പറഞ്ഞാൽ സിമൻറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം കമ്പി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ട് ഷീറ്റൊക്കെ ഇട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം കൂടെ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിച്ചത് ബോട്ടിലൂടെയാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. എത്ര റൂംസ് ഉണ്ട് എന്നൊക്കെയുള്ള വിശേഷങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ താമസ സ്ഥലം. ഇതൊരു സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയിലുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കാം. ഇവിടെ ഒരു ബാത്റൂമും അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, സോളാർ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ. കുഴപ്പമില്ല. ഇവിടെ 2 പേർക്ക് കിടക്കാം കേട്ടോ. ഇവിടെ അറ്റാച്ച്ഡ് ആണ്. അപ്പം മൊത്തം 6 പേർക്ക് ഇവിടെ സുഖമായിട്ട് വന്ന് താമസിക്കാം. മീൻകറിയാണോ? എനിക്ക് വയ്യ. എത്ര ആളായി ഇവിടെ? 30 വർഷം. 30 വർഷമോ? 94 കയറിയാണോ? അത് ശരി. മൊത്തത്തിലൊരു കാലാവസ്ഥയിൽ വല്ലാത്തൊരു വ്യത്യാസം, തണുപ്പ് കൂടുതലായിരിക്കും. ഇവിടെ മഴയ്ക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം വരണം. 2 ദിവസം നല്ല മൂടാക്കായിരുന്നു. ഞാൻ നടന്നു. ഈ ഇടിമുഴങ്ങാൻ പാറ എന്നുള്ള പേരുമല്ല. ഇരുമുഴങ്ങാൻ ഇടി വെട്ടുമ്പോൾ മുഴങ്ങും. നമ്മളിപ്പം അലോന്നാക്കിയാൽ എക്കം കിട്ടും. എക്കോ അതാണല്ലേ? അതാണ്. അതായത് വളരെ വൈഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ഒരു ചെറിയൊരു ഇടി വെട്ടിയാൽ തന്നെയും ഭയങ്കര മുഴക്കമായിരിക്കും എന്നുള്ളതാണ്. മുഴങ്ങി നിൽക്കും ഇവിടെ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് ഇടാൻ പോവുകയാണ്. നോക്കാം. മീൻകറിയാണ് കേട്ടോ, നോക്കാം. ഇത് മല്ലിപ്പൊടിയോ വീട്ടിൽ വരുമ്പോൾ പിന്നെ കവറുകളൊക്കെ കൊണ്ടുവരും. പ്ലാസ്റ്റിക് കവറ്, കുപ്പി, വെള്ളം, ഇതൊക്കെ പരമാവധി ഈ വെള്ള കുപ്പികളൊന്നും കൊണ്ടുവരാറില്ല. എങ്കിൽ പോലും കൊണ്ടുവന്ന കുപ്പികളെല്ലാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ഒന്നും കാട്ടിൽ ഉപേക്ഷിക്കാറില്ല. മഞ്ഞപ്പൊടി ഇട്ടു. ഇത് കുരുമുളക് പൊടി അല്ലേ? ഏതും പറഞ്ഞു മീൻകറി റെഡിയായി. ഒരു രക്ഷയില്ല. ഞങ്ങളിങ്ങനെ രാത്രി നല്ല മീൻകറിയും പിന്നെ ഫിഷ് ഫ്രൈ കഴിച്ച്, ചപ്പാത്തിയും ഫിഷ് ഫ്രൈയും കഴിച്ച് ഇരിക്കുകയാണ്. ഇതാണ് അവിടെ തൃപ്തി കഴിക്കുന്നു, കിഷോർ കഴിക്കുന്നു, ഞാൻ കിടു. ഒരു രക്ഷയില്ല. അപ്പോൾ സമയം ഏതാണ്ട് 9:30-10 മണിയായി. അപ്പം ഇവിടുത്തെ ഒരു രാത്രിയുള്ളൊരു ഫീലാണ്.
അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പം എന്താ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഇപ്പം രാവിലെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവുകയാണ്. ഒരു 2 മണിക്കൂർ ട്രക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം കാട്ടിനകത്തൂടെ ഒരു യാത്ര. ഒന്ന് നടന്ന് കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. നമ്മളെ കൂടെ ഫോറസ്റ്റിൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് നടന്നിട്ട് വരാം. ഓക്കെ, എല്ലാവരും ഇറങ്ങി. ഇതാണ് പുല്ലാഞ്ഞി എന്ന് പറയുന്ന മരം. അത് കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആദിവാസികൾ വെള്ളം കുടിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ മരക്കമ്പ് മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വെള്ളം അത്യാവശ്യം കുടിക്കാനുള്ളത് കിട്ടുമെന്നാണ് പറയുന്നത്. അതൊക്കെ അല്ലേ, ഇതാണ് ഫർണിച്ചർ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, ടേബിളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. പോലീസുകാരേക്കില്ല അത്തിയില്ല. ഓ, ഇതാണ്ടോ ആന വന്ന് ദേഹം കൊണ്ടിട്ട് ഉരയ്ക്കുന്നതാ. എന്തുവാ മരം ഇത്? എന്തുവാണ്? ചീനി മരം. ശരിയാ, ഈ സൈഡിൽ ഒരു ആന നിന്നാൽ പോലും അറിയത്തില്ല. ഇതാണ് അതിൻ്റെയൊക്കെ ആരോഗ്യം പറ്റിയത്. ശരി, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ടാകും. ഒരു കിട് വള്ളിയുടെ മുകളിൽ എത്ര വർഷം പഴക്കം വരും ഇതൊക്കെ? 50 വർഷത്തെ പഴക്കമാണ്. ഞാൻ അത്യാവശ്യം വെയിറ്റുള്ള ഒരാളാണ്. കണ്ടോ, ഈ വള്ളിയിൽ നിന്നിട്ട് പോലും അത് അനങ്ങുന്നില്ല. നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിലേക്ക് ഇവിടുന്നാണ് പോത്തിട്ട് പിന്നെ അവിടെ വെള്ളം കൊണ്ടുപോകുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു വിളക്ക് കത്തിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കീട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഇവിടുത്തെ താമസമെല്ലാം കഴിഞ്ഞ് തിരിക്കുകയാണ്. ഇനി ബാക്ക് ടു ഹോം. ഒരു മനോഹരമായ താമസമായിരുന്നു കേട്ടോ ഇവിടുത്തെ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല കാറ്റും അത്യാവശ്യം തണുപ്പും, എന്നാൽ കുറച്ച് ചൂടുമുണ്ട് കേട്ടോ പകൽ സമയത്തൊക്കെ. ഇതെല്ലാം അനുഭവിച്ച് നല്ലൊരു യാത്രയായിരുന്നു. ഒരു നല്ലൊരു ട്രക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ നല്ലൊരു അരുവിയിൽ കുളിക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മനോഹരമായ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റി. ഇവിടുത്തെ താമസവും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം കേരള ഫോറസ്റ്റിന് ഉദ്യോഗസ്ഥർക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ബൈ. പൊങ്ങിയിരിക്കട്ടെ കേട്ടോ, ഞവളം കഴിയും.